നമസ്കാരം. ഗ്രാമ്യ ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. തൃശൂർ വാടാനപ്പള്ളി സംസ്ഥാന പാതയിൽ കാഞ്ഞാണി പെരുമ്പുഴ ഒന്നാം പാലത്തിനു താഴെ ചാലിൽ കണ്ട മൃതദേഹം തിരിച്ചറിഞ്ഞു. എറവ് ആറാങ്കല്ല് സ്വദേശി മാടമ്പക്കാട്ടിൽ ധർമ്മരാജനാണ് മരിച്ചത്. 74 വയസ്സായിരുന്നു. ഭാര്യ അനിത, മകൻ റിനീഷ്. ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്തിലെ വാർഡ് 2-3 ചേറ്റുവ പടന്ന പുളിക്കക്കടവ് തീരദേശ റോഡിന്റെ ഇരുവശങ്ങളിലുമായി വളർന്നു പന്തലിച്ചു നിൽക്കുന്ന പുൽക്കാടുകൾ കാൽനടയാത്രക്കാർക്കും വാഹനങ്ങൾക്കും ഭീഷണിയാകുന്നു. പുൽക്കാടുകൾ വളർന്ന് പന്തലിച്ച് റോഡിലേക്ക് ചാഞ്ഞുകിടക്കുന്നതിനാൽ പ്രദേശവാസികൾ ഉൾപ്പെടെ ഇടജന്തുക്കളെ ഭയന്ന് ഏറെ പ്രയാസപ്പെട്ടാണ് ഈ വഴിയിലൂടെ നടന്നുപോകുന്നത്. ചെറിയ കുട്ടികളുമായി നിരവധി സ്കൂൾ വാഹനങ്ങളാണ് ഈ തീരദേശ റോഡിലൂടെ കടന്നുപോകുന്നത്. റോഡിന്റെ ഇരുഭാഗങ്ങളിലുമായി വളർന്നു പന്തലിച്ചു നിൽക്കുന്ന പുൽക്കാടുകൾ മൂലം എതിർദിശയിൽ നിന്നു വരുന്ന വാഹനം കാണാൻ സാധിക്കില്ല. ഇത് വലിയ അപകടങ്ങൾക്ക് കാരണമാകും. കൂടാതെ പുൽക്കാടുകൾ വളർന്ന് കാടുപിടിച്ചു നിൽക്കുന്നതിനാൽ മാലിന്യം വലിയ ചാക്കുകളിലും കവറുകളിലും കെട്ടി പുൽക്കാടുകളിൽ തള്ളുന്നത് പതിവായി. കൂടാതെ തീരദേശ റോഡിന് സമീപമുള്ള വൈദ്യുതി തൂണുകളിലെ വഴിവിളക്കുകൾ പ്രകാശിതമായിട്ട് മാസങ്ങളായി. സാധാരണക്കാരായ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്ത് റോഡുകൾ കുടിവെള്ള പൈപ്പിടാനായി പൊളിച്ച് അതുപോലെ തന്നെ കിടക്കുകയാണ്. മേഖലയിലെ അപകട ഭീഷണി ഒഴിവാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. പള്ളി സ്ഥാപിച്ച് 125 വർഷം പിന്നിടുമ്പോൾ മരണപ്പെട്ട 125 പേരുടെ കണ്ണുകൾ കാഴ്ചയില്ലാത്ത 250 പേർക്ക് ദാനം ചെയ്ത് ഇവരെ വെളിച്ചത്തിന്റെ ലോകത്തേക്ക് നയിച്ച വാടാനപ്പള്ളി സെയിന്റ് വിൻസെന്റ് ഡി പോൾ സൊസൈറ്റി മാതൃകയായി. ഉറ്റവരുടെ വേർപാടിനിടയിലും വിഷമഘട്ടത്തിൽ നേത്രദാനം എന്ന മഹത്വം ഉൾക്കൊണ്ട് സന്നദ്ധരായി കണ്ണുകൾ ദാനം ചെയ്ത മരിച്ചവരുടെ കുടുംബങ്ങളെ ആദരിച്ചു. വാടാനപ്പള്ളി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് പള്ളിയാണ് സ്ഥാപിച്ച് 125 വർഷം പിന്നിട്ടത്. ഇതിന് കീഴിലുള്ള വിൻസെന്റ് ഡി പോൾ സൊസൈറ്റിയാണ് നേത്രദാനം പദ്ധതിയുമായി മുന്നിട്ടിറങ്ങുന്നത്. പ്രവർത്തനത്തിന്റെ ചുരുങ്ങിയ വർഷകാലയളവിനുള്ളിലാണ് വിവിധ മതങ്ങളിൽപ്പെട്ട 125 പേരുടെ കണ്ണുകൾ ദാനം ചെയ്തത്. ഇതിൽ 60 കുടുംബങ്ങളെയും നേതൃത്വം നൽകിയവരെയുമാണ് വാടാനപ്പള്ളി പള്ളിയുടെ കീഴിലുള്ള പാരീസ് ഹാളിൽ ആദരിച്ചത്. അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രി ഡയറക്ടറും കിഡ്നി ദാതാവുമായ ഫാദർ തോമസ് വൈക്കത്ത് പറമ്പിൽ ആദരവ് ഉദ്ഘാടനം ചെയ്തു. നന്മയുള്ള ഒരു പുതുതലമുറയെ വാർത്തെടുക്കാൻ അവയവദാനം സ്കൂൾ പഠന വിഷയമാക്കി പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തണമെന്ന് അദ്ദേഹം പറഞ്ഞു. വാടാനപ്പള്ളി പള്ളി വികാരി ഫാദർ അഡ്വക്കേറ്റ് ഏബിൾ ചിറമൽ അധ്യക്ഷത വഹിച്ചു. കിഡ്നി ദാതാവ് KF ബ്ലെസൻ, ഡേവിസ് ചിറമലിൽ നിന്ന് കിഡ്നി സ്വീകരിച്ച ഗോപിനാഥൻ, PV ലോറൻസ് മാസ്റ്റർ, ML സെബാസ്റ്റ്യൻ, അഡ്വക്കേറ്റ് PF ജോയ്, ഗോഡ്വിൻ ജോയ് എന്നിവർ സംസാരിച്ചു. PV അബൂബക്കർ സ്മാരക പുരസ്കാരം ഡോക്ടർ NA മാഹിന് നൽകുമെന്ന് പുരസ്കാര സമിതി അറിയിച്ചു. വലപ്പാട് അൽ അമീൻ വെൽഫെയർ സൊസൈറ്റിയാണ് കഴിഞ്ഞ 2 വർഷമായി സംഘടനയുടെ രക്ഷാധികാരിയായിരുന്ന PV അബൂബക്കറിന്റെ സ്മരണാർത്ഥം പുരസ്കാരം നൽകുന്നത്. മണപ്പുറത്തെ പ്രശസ്ത ഡോക്ടറും കേരള സർക്കാരിന്റെ പുരസ്കാര ജേതാവും പൊതുപ്രവർത്തകനും പാലിയേറ്റീവ് മേഖലയിലെ സജീവ സാന്നിധ്യവുമാണ് ഡോക്ടർ NA മാഹിൻ. അദ്ദേഹം ചെയ്തുവരുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ പരിഗണിച്ചാണ് RI സക്കറിയയുടെ നേതൃത്വത്തിലുള്ള സമിതി പുരസ്കാരം നൽകുന്നത്. ഒക്ടോബർ 17 വ്യാഴാഴ്ച രാവിലെ 10-ന് വലപ്പാട് ഭാവന ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന അനുസ്മരണ യോഗത്തിൽ പുരസ്കാരം സമ്മാനിക്കും. മണപ്പുറത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾ ചടങ്ങിൽ പങ്കെടുക്കും. സേവാഭാരതി വാടാനപ്പള്ളി, കൊച്ചിൻ ഐ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ, വാടാനപ്പള്ളി അമൃതം വൈദ്യശാല, വാടാനപ്പള്ളി ആസ്റ്റർ ലാബ് എന്നിവർ ചേർന്ന് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഗണേശമംഗലം വെസ്റ്റ് സാന്ത്വനം നഗറിൽ നടന്ന ക്യാമ്പ് ചാവക്കാട് കേരള ആയുർവേദിക് ഹോസ്പിറ്റലിലെ ഡോക്ടർ മുഹമ്മദ് ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. സേവാഭാരതി പ്രസിഡന്റ് PR സജീവൻ അധ്യക്ഷനായി. രാഷ്ട്രീയ സ്വയം സേവക സംഘം വാടാനപ്പള്ളി മണ്ഡൽ കാര്യവാഹക് MS ജിനീഷ്, കൊച്ചി ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ PRO അമൽരാജ്, അമൃതം വൈദ്യശാലയിലെ ഡോക്ടർ ഹണിമോൾ, ആസ്റ്റർ ലാബ് മാർക്കറ്റിംഗ് മാനേജർ നീരജ്, KA രാഹുലൻ, CV സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു. രക്തപരിശോധന, മരുന്ന് വിതരണം, നേത്രപരിശോധന എന്നിവയുണ്ടായി. സേവാഭാരതി ആരോഗ്യ വിഭാഗം കോർഡിനേറ്റർ KB ബിന്ദിക, AK ജിനേഷ്, ശിവരഞ്ജിനി സന്തോഷ്, VV ഹരിദാസ്, ദിനി സതീഷ് എന്നിവർ നേതൃത്വം നൽകി. മരണശേഷം കണ്ണുകൾ അഗ്നിക്കും മണ്ണിനുമല്ല, ജീവിച്ചിരിക്കുന്ന കാഴ്ചശക്തിയില്ലാത്ത മനുഷ്യർക്കുള്ളതാണ് എന്ന സന്ദേശം ഉൾക്കൊണ്ട് തൃശൂർ മെഡിക്കൽ കോളേജ് നേത്രബാങ്കിന് നൽകുന്നതിനുള്ള നേത്രദാന സമ്മതപത്രം 100-ൽ പരം പേർ നൽകുകയും ചെയ്തു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.